മുക്കം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും 1.5 വർഷത്തോളമായുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. PC ജംഗ്ഷനിൽ പുതിയ സംവിധാനത്തിലൂടെ കുടിവെള്ള വിതരണ ലൈൻ സ്ഥാപിക്കാനാണ് നടപടിയാവുന്നത്. മുക്കമങ്ങാടിയിലും പരിസരങ്ങളിലും 1.5 വർഷത്തോളമായി നിലച്ച ശുദ്ധജല വിതരണം പുനരാരംഭിക്കാനാണ് നടപടികളാവുന്നത്. PC ജംഗ്ഷൻ മുതൽ ആലിഞ്ചോട്, ഓർഫനേജ്, മാർക്കറ്റ് റോഡ്, പെരളിയിൽ, മൂലത്ത്, വണ്ടൂർ, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ജലവിതരണമാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, കൂൾബാറുകൾ എന്നിവയ്ക്ക് പുറമെ ഒട്ടേറെ ഗാർഹിക ഉപഭോക്താക്കളും ജല അതോറിറ്റിയുടെ ശുദ്ധജലം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. പ്രശ്നപരിഹാരത്തിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിരാഹാര സമരം വരെ നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. യൂത്ത് കോൺഗ്രസും സമരം നടത്തി. കഴിഞ്ഞ മാസം 15-ന് നഗരസഭയിലെ ഇടത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കൊടുവള്ളിയിലെ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ ധർണയും നടത്തിയിരുന്നു. മുക്കം ടൗൺ നവീകരണത്തിൻ്റെ ഭാഗമായി നവീകരിച്ച റോഡ് കുത്തിപ്പൊളിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതി ലഭിക്കാത്തത് പ്രശ്നമാണ്. റീസ്റ്റോറേഷൻ ചാർജായും സെക്യൂരിറ്റി ഡിപ്പോസിറ്റായും ഭീമമായ സംഖ്യ അടച്ചാലേ അനുമതി ലഭിക്കൂ എന്ന അവസ്ഥയായിരുന്നു. 2 ഇടങ്ങളിൽ കുഴിയെടുക്കുന്നതിനായിരുന്നു അപേക്ഷ സമർപ്പിച്ചതെന്ന് ജല അതോറിറ്റി അധികൃതർ പറയുന്നു. ജല അതോറിറ്റി റിവേഴ്സ് പമ്പിംഗ് നടത്തുകയും ബ്ലോക്ക് താൽക്കാലികമായി മാറ്റുകയും വെള്ളം ലഭ്യമാക്കുകയും ചെയ്തെങ്കിലും വീണ്ടും ബ്ലോക്ക് അനുഭവപ്പെടുകയായിരുന്നു. കാലപ്പഴക്കം ചെന്നതും വ്യാസം കുറവായതുമായ പൈപ്പുകൾ പ്രശ്നം സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. ശാശ്വത പരിഹാരം എന്ന നിലയിൽ ജല അതോറിറ്റി റോഡ് കീറാതെ PC ജംഗ്ഷനിൽ പുതിയ സംവിധാനത്തിലൂടെ പുതിയ വിതരണ ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് വരുന്നത്. ടെൻഡർ നടപടികളായെങ്കിലും സിംഗിൾ ടെൻഡർ ആയതിനാൽ റീടെൻഡർ നടത്താനുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതിയോടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ജലവിതരണ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുമെന്ന വിശ്വാസത്തിലാണ് ജല അതോറിറ്റി അധികൃതർ. അതോറിറ്റിയുടെ തീരുമാനം നഗരസഭാ അധ്യക്ഷൻ PT ബാബുവിനെ അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. അതേസമയം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജല അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവും നേരത്തെ ആരംഭിച്ചിരുന്നു. 1.5 വർഷമായിട്ടും വെള്ളം കിട്ടാതെ വ്യാപാരികളടക്കം ബുദ്ധിമുട്ടിലാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.